കോക്രോച്ച് ജനതാ പാർട്ടി ഈ പാർട്ടി തൊഴിൽ രഹിതരായ യുവാക്കളെ പാറ്റകളോടും പാരസൈറ്റ്സിനോടും ഒക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉപമിച്ചു എന്നുള്ളതിനെ തുടർന്നാണ് നിലവിൽ വരുന്നത്. പക്ഷേ ഈ നിലവിൽ വരുമ്പോൾ ഈ പറയുന്ന പാർട്ടി ഉണ്ടാക്കിയ ഇതിന്റെ കാരണഭൂതൻ എന്ന് പറയുന്നയാള് ഇവിടുത്തുകാരനല്ല, US-ലുള്ളതാണ്. US-ലെ ബോസ്റ്റണിലിരുന്ന് ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാൾ. ആ ആളെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യം കൂടിയല്ലേ സർ? നമ്മൾ ഇതിനെയൊക്കെ വാസ്തവത്തിൽ ഇഗ്നോർ ചെയ്യേണ്ട കാര്യമുള്ളൂ. സൂര്യകാന്ത് എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാത്ത ഉള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂര്യകാന്ത് എന്താ പറഞ്ഞത്? തൊഴിലില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അവർ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിനും എതിരായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടും ഒക്കെ വെറുതെ സമയം കളയുന്നു. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത് ഡിജിറ്റലായിട്ടുള്ള അഡിക്റ്റുകളെ കുറിച്ചാണ്. വാസ്തവത്തിൽ ഈ കോക്രോച്ച് പാർട്ടിയും ഡിജിറ്റലായിട്ടുള്ള അഡിക്റ്റുകളുടെ പ്ലാറ്റ്ഫോമാണ്. 11 മണിക്കൂറെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ചെലവഴിക്കാൻ കഴിയുന്നവരായിരിക്കണം. ഒരു തൊഴിലുമില്ലാത്ത വായ്നോക്കികളായിരിക്കണം നിങ്ങൾ. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഡിജിറ്റൽ വേൾഡിൽ എന്തോ ഉണ്ട്, പുതിയ അത്ഭുതങ്ങൾ, പുതിയ കാഴ്ചകൾ, പുതിയ ഇൻസ്പിറേഷനുകൾ എന്ന് നോക്കി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സൂര്യകാന്ത് പറയുന്നത് പോലെ തന്നെ ഞാനും പറയുന്നു, ഡിജിറ്റൽ അടിമകൾ എന്ന് പറയാവുന്ന ആൾക്കാർ, അഡിക്ഷൻ ബാധിച്ചവർ, അതിൻ്റെ അഡിക്ട്സ് ആയവർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടെന്ന് കൗതുകമുള്ള വസ്തുക്കൾ. അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ തപ്പി നടന്നപ്പോൾ ഈ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്റ്റ് കാണുന്ന പോലെ കോക്രോച്ച് ചേർന്നപ്പോൾ ഇത് കൊള്ളാമല്ലോ, എന്തൊരു പാർട്ടിയുടേത് എന്നൊരു ക്യൂരിയോസിറ്റി വരത്തില്ലേ? അതിന് പറ്റിയൊരു പേരിട്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, ഇത് സൂര്യകാന്ത് പറഞ്ഞു ശരിയാണ്, കോക്രോച്ചസിനെ പോലെ. കോക്രോച്ചസിന് അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞ ഈ കോക്രോച്ചസ് വീട്ടമ്മമാർക്ക് ചെയ്യുന്ന സേവനം മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രജിത ഒരു വീട്ടമ്മയാണല്ലോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? കോക്രോച്ചിനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന പെൺകുട്ടികളാണല്ലേ. കോക്രോച്ചിനെ വലിയ അറപ്പാണ് കോക്രോച്ചിനെ. പക്ഷേ നമ്മുടെ അടുക്കളകൾക്ക് അവർ ചെയ്യുന്ന സേവനം ഗംഭീരമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അടുക്കളയിലെ സ്കാവഞ്ചറുകളാണ് ഈ കൂറകൾ എന്ന് പറയുന്ന പാറ്റകൾ. അവിടെയുള്ള ഫുഡ് വേസ്റ്റ് മുഴുവൻ അത് കഴിച്ചു തീർക്കും, അതിനെ നശിപ്പിച്ച് കളയും. അല്ലെങ്കിൽ ബാക്ടീരിയയുടെ വിപ്ലവം നടക്കും അടുക്കളയ്ക്കകത്ത്. മൂക്കുപൊത്തിയിട്ട് കയറാൻ പറ്റില്ല. അങ്ങനെ വലിയ സേവനം ചെയ്യുന്ന, മഹത്തായ സേവനം ചെയ്യുന്ന, ബയോളജിക്കലായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ജീവികളാണ് ഈ കോക്രോച്ച് എന്ന് പറയുന്നത്. നിസ്സാരമായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇതിന് പേരിട്ടിരിക്കുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൂറ ജനതാ പാർട്ടി. അത് തന്നെയാണത്. കൂറ, പാറ്റയ്ക്ക് കൂറ എന്ന് പറയുമല്ലോ. കൂറ ജനതാ പാർട്ടി ഇത് തന്നെയാണിത്. ജനങ്ങളെ കൂടെ കൂറയാക്കിയിരിക്കുക. അവിടെ ഇവിടെ ഇരുന്ന് നമ്മൾ ഈ ഗോഷ്ഠി കാണിക്കുന്ന പോലെ കാണിച്ചാലും ജനങ്ങൾ ചിരിച്ച് കൈയടിക്കത്തില്ലേ? ഓരോരോ ഗോഷ്ഠി കാണിക്കുമ്പോഴല്ലേ നമ്മൾ ചിരിക്കുന്നത്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻസൊക്കെ മുഖം എങ്ങനെ വൈകൃതമാക്കാമോ അങ്ങനെയല്ലേ അവർ നോക്കുന്നത്. അത് കണ്ട് നമ്മൾ ചിരിക്കും. മനസ്സിലായില്ലേ? എന്ന് പറയുന്നത് പോലെ ഇത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമല്ല, ഇത് വൈകൃതമാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഡിജിറ്റൽ സ്പേസിനെയും സ്വാതന്ത്ര്യത്തെയും നശിപ്പിക്കുക. ഇന്ത്യ ആയതുകൊണ്ട് നടക്കും ഇത്. ഇന്ത്യയിൽ വേറെ വല്ല രാജ്യത്തുമാണെങ്കിൽ, അറേബ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ അത് ഇൻ്റർനെറ്റ് അവർ കട്ട് കിട്ടും. ചൈനയിലാണെങ്കിൽ കട്ട് ചെയ്യും, റഷ്യയിലാണെങ്കിൽ കട്ട് ചെയ്യും. അതൊക്കെയാണ് അവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ആകുമ്പോൾ എന്തും നടക്കും. ഇതാണ് നമ്മുടെ രാജ്യം. വിശാലമായ ജനാധിപത്യമുള്ള രാജ്യമാണ്. ഈ രാജ്യം ജനാധിപത്യമാണെന്ന് പറയുമ്പോൾ ഈ 140 കോടി ജനങ്ങളും ഇറങ്ങി റോഡിലിറങ്ങി എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞ് തെരുവിൽ കൂടി നടക്കുന്നതിനെ ഇടിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ജനാധിപത്യത്തിൻ്റെ നിയന്ത്രണ റെസ്ട്രിക്ഷൻ സ്വഭാവത്തെക്കുറിച്ച് വളരെ അർത്ഥവത്തായ ഒരു വാക്യമുണ്ട്. യുവർ ഫ്രീഡം എൻഡ്സ് നിയർ മൈ നോസ്. കാരണം എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് രണ്ടിനും സ്വാതന്ത്ര്യം വേണമെങ്കിൽ എന്ത് വേണം? അതിന് റെസ്ട്രിക്ഷൻ വേണം. ആ റെസ്ട്രിക്ഷനാണ് പണ്ട് നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ന് നരേന്ദ്രമോദിയുടെ കാലം വരെ ഇന്ത്യയിലുള്ളത്. അല്ലാതെ ജനാധിപത്യത്തിന് ഒരു നിയന്ത്രണവുമില്ല. ആ നിയന്ത്രണമല്ലെങ്കിൽ നമ്മൾ വലിയൊരു അരാജകത്വ കൂട്ടായ്മയായിട്ട് മാറും. ഗോത്ര കലാപങ്ങൾ നടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെയാവും. ഗോത്ര കലാപം നടന്ന ഇന്ത്യക്കകത്ത് തന്നെയുള്ള മണിപ്പൂരിനെ പോലെ ആയിത്തീരും. ഇവിടെ അത്ര സിവിലൈസേഷൻ വേണം, അന്തസ് വേണം. പാർട്ടിക്ക് പേരുണ്ടെങ്കിൽ പോലും അന്തസ് പാലിക്കാതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പറയുന്നത് എന്തുവാണ്? ഞങ്ങൾ കോക്രോച്ചിനെ പോലെ ചവിട്ടി അരച്ച് മെതിക്കപ്പെടുന്നു. എവിടെയാണ് ഇങ്ങനെ മെതിക്കപ്പെടുന്നത്? ഇന്ത്യയിൽ എവിടെയാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ എത്ര സംഘടനകളാണ്, എത്ര വിവരാവകാശ സംഘടനകളാണ്, എത്ര മനുഷ്യാവകാശ സംഘടനകളിലാണ്? വളരെയും വ്യാജമാണെങ്കിലും ഏറ്റെടുത്ത് അതിന് പബ്ലിസിറ്റി കൊടുക്കാൻ എത്ര മാധ്യമങ്ങളാണ്?
ഇതെല്ലാം നമ്മുടെ രാജ്യത്തുള്ളതാണല്ലോ. ഈ രാജ്യത്തുള്ള സംഘടനകളോടൊന്നും പൊരുത്തപ്പെടാതെ പുറത്ത് ഇരുന്ന് നിയന്ത്രിക്കുന്ന ചിലരാൽ നിയന്ത്രിക്കപ്പെടുന്നതിലാണ് ഈ ആകൃഷ്ടരായിട്ടുള്ളത്. ഈ ആകൃഷ്ടയാക്കപ്പെട്ട ഇവിടത്തെ ഒരു നേതാവ് എന്ന് പറയുന്ന ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഒരു പെൺകുട്ടി, പേര് ഞാൻ വിട്ടുപോയി, ആ പെൺകുട്ടി അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യയുടെ ബന്ധത്തിലുള്ളതാണ് എന്നുള്ളതാണ് പറയാം. ഓട്ടോറിറ്റീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളതായതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഇത് വന്നുകൂടെ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ നിയന്ത്രിക്കുന്നത് ആര് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് സാറിപ്പോ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് നിരന്തരം പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിദേശത്ത് പോയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നു, സുഖകരമായിട്ട് ഫുൾ Z+ കാറ്റഗറി സുരക്ഷയിൽ ഉറങ്ങുകയും ഉണ്ണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ വിമർശനം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമോ ഒന്നും ഇല്ലായ്മയല്ല, മറിച്ച് അരാജകത്വം വരുത്താൻ വേണ്ടിയിട്ട് ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ കേന്ദ്രങ്ങളുടെ കയ്യിലേക്കാണ് ഈ കുട്ടികളടക്കം, ഈ ജൻസികളടക്കം പെട്ടുപോയിരിക്കുന്നത് എന്നുള്ളത് തന്നെയല്ലേ വാസ്തവം? അത് തന്നെയാ. രാഹുൽ ഗാന്ധിക്ക് എടുത്ത് കണ്ടപ്പോൾ ഇതപ്പം മോദി തീരും, അങ്ങേര് അത് നോക്കിയിരിക്കുക വർഷങ്ങളായിട്ട്. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പാർട്ടിയെ ശക്തമാക്കി, അധികാരമെല്ലാം കൈക്കലാക്കി, ഈ മാർഗങ്ങളെല്ലാം നോക്കി വോട്ട് ചോരി എന്ന് പറഞ്ഞു, CAEക്കെതിരെ സമരം നടത്തി, കർഷകരെ സംഘടിപ്പിച്ച് സമരം നടത്തി, ഗുസ്തിക്കാരെ വെച്ചിട്ട് മോദിയെ പേടിപ്പിക്കാൻ നോക്കി. ഇതെല്ലാം ചെയ്ത് വോട്ട് ചോരി പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഈ സ്ഥാനത്തേക്ക് അടുക്കാൻ പോലുമുള്ള വോട്ടുകൾ കിട്ടുന്നില്ല. ഇന്ത്യയിലെ എല്ലാ വൈരുദ്ധ്യങ്ങളുള്ള പാർട്ടിയെയും ചേർത്ത് ഒറ്റ പ്ലാറ്റ്ഫോമായിട്ട് നിർത്തി അതിന് ഇന്ത്യ മുന്നണി എന്ന് പേര് വിട്ട് തമ്മിൽ തല്ലി ഇപ്പോൾ തകർന്നു കിടക്കുക. 2 മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഇന്ത്യ മുന്നണിയുടെ പള്ളക്കിട്ട് കുത്തിയ ആളാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസിൻ്റെ ഗതികേട് കണ്ടോ? നമ്മുടെ ഫൽത്ത എന്ന് പറയുന്ന മണ്ഡലത്തിൽ എന്തു ഗതി! 2ാം സ്ഥാനം CPM നേടി 40,000 വോട്ട്. BJPക്കാരൻ അവിടെ കിട്ടിയത് 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഫാൽത്ത എന്ന് പറയുന്ന മണ്ഡലത്തിൽ 24 പർഗാനാസ് ജില്ലയിൽപ്പെട്ടത്. ജന്മത്ത് വേര് ഇറക്കാൻ കഴിയുമോ കോൺഗ്രസിനവിടെ? വടക്കേ ഇന്ത്യ മുഴുവൻ നഷ്ടപ്പെട്ടു. കർണാടകത്തിലുണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അതും കൈവിട്ട് പോവുകയാണ്. ഈ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കി. എന്നാൽ പിന്നെ വിജയിൻ്റെ പാർട്ടിയിൽ നിന്ന് ചേർന്ന് നമുക്ക് വലുതാവാമെന്ന് വിചാരിച്ച് DMKയുടെ പുറത്തിട്ട് കുത്തി എന്ന് പറയുന്ന പോലെ ഈ കോക്രോച്ച് പാർട്ടിക്ക് ഇങ്ങനെ സ്വീകാര്യത ലഭിക്കുന്ന കണ്ടുകൊണ്ട് എന്നാൽ പിന്നെ ഇത് വെച്ച് നമുക്ക് മോദിയെ അങ്ങ് തീർത്ത് കളയാമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഒരു ചുക്കും ഒരിക്കലും നടക്കാത്ത സ്വപ്നമെന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിട്ട് കെട്ടി നിൽക്കും. ഈ മദനിയുടെ ബന്ധുവായ പെൺകുട്ടി എന്ന് പറഞ്ഞു, ഞാനും കേട്ട അതിൻ്റെ സംസാരം. മദനിയുടെ ഭാര്യ എന്ന് പറയുന്നത് കളമശ്ശേരിയിലൊരു ബസ് കത്തിച്ച ആളാണ്. ഇവിടെ തീവ്രവാദവും ഭീകരവാദത്തിനും തീയിട്ട വ്യക്തിയാണ് മദനി. ഈ തീവ്രവാദത്തിൻ്റെ എണ്ണയിൽ തീ കൊളുത്തിയ വ്യക്തിയാണ്. കേരളം പോലൊരു സംസ്ഥാനമായതുകൊണ്ട് മാത്രമാണ് അത് പടർന്നു പിടിച്ച് ആളിപ്പടർന്ന് പാകിസ്ഥാൻ വിഭജന കാലത്തെ പോലെ ഒരു വലിയ രക്തച്ചൊരിച്ചിലായിട്ട് മാറാഞ്ഞത്. അതിനുള്ള എല്ലാം അയാൾ ചെയ്തു വെച്ചിട്ടാണ് പോയത്. അയാളുടെ ഭാര്യ അയാളെ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ, അഗ്രഹാര ജയിലിൽ പിടിച്ചിട്ടപ്പോൾ കളമശ്ശേരിയിൽ വന്നിട്ട് ബസ് കത്തിച്ച മഹിളയാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? കാര്യമായ ശിക്ഷയൊന്നും അനുഭവിക്കാതെ തന്നെ അവർ രക്ഷപ്പെട്ടില്ലേ? മദനിയും രക്ഷപ്പെട്ടില്ലേ? ഇതിൽ കൂടുതൽ എന്തെന്ന് വേണമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ പരിഗണിക്കുന്നില്ല. നിങ്ങളെപ്പോലെ പരിഗണന കിട്ടുന്നവരാരുണ്ട്? ഇപ്പം നമ്മളൊരു പുതിയ ജെൻസി എന്ന് പറയുന്ന പുതിയ തലമുറ, നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ മര്യാദയ്ക്ക് നടക്കാൻ പറ്റുമോ? അതിനകത്ത് ഇവരുടെ പ്രേമവികാരങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്? രാസലീലകളല്ലേ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? സ്കൂളിനകത്തതല്ലേ? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ വേണമെന്നല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകം സ്കൂളുകളിലായിരുന്നു. ഒരേ സ്കൂളിൽ തന്നെ ആണെങ്കിലും അടുത്തടുത്തിരിക്കാൻ പെൺകുട്ടികൾക്ക് വേറെ ബെഞ്ച്, ആൺകുട്ടികൾക്ക് വേറെ ബെഞ്ച്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഇവർക്ക് ഇന്ന് എന്തിനാ സ്വാതന്ത്ര്യമില്ലാത്ത? എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും സമൂഹവും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാം അനുവദിച്ചു കൊടുത്തിരിക്കുക അല്ലേ? എന്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കുറവാണ് ഇവിടെയുള്ള? വോട്ട് ചെയ്തുകൂടെ? നേതാക്കളായിട്ട് വരരുത്, മന്ത്രിമാരായിട്ട് വരരുത്. ജനീഷ് എന്ന് പറയുന്ന യുവാവ് അങ്ങനെ വളർന്നു വന്നാൽ ഓസിന് പറ്റില്ല, പണി ചെയ്യണം. ഇല്ല, പക്ഷേ ഇതിൽ പറയുന്ന ഒരു കാര്യം, 45% തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്തുണ്ട്. അത് നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ കഴിയില്ല. പക്ഷെ അതിനെ നേരിടേണ്ടത് ഇതുകൊണ്ടാണോ എന്നുള്ള ചോദ്യമാണ്. അതിനെനിക്കൊരു മറുപടി, തൊഴിലില്ലായ്മ എന്ന് അവർ പറയുന്നല്ലോ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലോ ഇരുണ്ട ഒരു ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. തൊഴിൽ കിട്ടുമെന്ന് ഒരിക്കലും ഉറപ്പില്ലാത്ത ഇരുണ്ട ഭാവി. ഇവിടെ IT സ്ഥാപനങ്ങളുണ്ടോ അന്നത്തെ കാലത്ത്?
അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉണ്ടോ? നിങ്ങൾക്കിപ്പോൾ നോക്കൂ, തൊഴിൽ ഇല്ലായ്മയല്ല, തൊഴിൽ ചെയ്യാൻ വല്ലായ്മ, അതാണ് സംഭവം. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ദിവസമാനം കിട്ടും, സെക്യൂരിറ്റി ആയിട്ടിരുന്നാൽ ജോലി കിട്ടും, പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു കൊടുത്താൽ കിട്ടും. ഇവരതൊന്നുമല്ല നോക്കുന്ന, ഹൈ കോളർ ജീവി, വൈറ്റ് കോളർ ജീവി. കഷ്ടപ്പെട്ട് പഠിച്ചാൽ അതും കിട്ടും, ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് കഴിയില്ല. അനസമായിട്ട് ഡിജിറ്റലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നും കൊണ്ട് എടുകൊടുക്കെ ചോറും കറിയും എന്ന് പറയുമ്പോൾ മുമ്പിൽ വരില്ല. പാചകം ചെയ്യണം, അധ്വാനിക്കുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടും. മത്സരാധിഷ്ഠിതമാണ്, ശരിയാണ്. ഈ പറയുന്ന മുതലാളിത്ത ലോകം എന്ന് പറയുന്നത് മത്സര അധിഷ്ഠിതമാണ്. ആ കോമ്പറ്റീഷനിൽ തീർച്ചയായിട്ടും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഏറ്റവും മിടുക്കരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഉയർന്ന ജോലി കിട്ടും. രണ്ടാമത് അതിന് താഴെയുള്ളവർക്ക് കിട്ടും. ആ ഹൈറാർക്കി പോവും. നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു IT സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യാം, സൈബർ വേല എടുത്ത് ജീവിക്കാം, ശമ്പളം കുറവായിരിക്കും. പക്ഷെ നിങ്ങളുടെ പ്രതിഭ അവിടെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിലേക്ക് പോകാം. നമ്മളുടെയൊക്കെ കാലത്ത് ഈ ജേർണലിസം പഠിച്ചാൽ വല്ല പ്രയോജനവും ഉണ്ടാകുമായിരുന്നു. ആകെപ്പാടെ കുറേ പത്രങ്ങൾ മാത്രമുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ ഈ പറയുന്ന മീഡിയ, ന്യൂ മീഡിയയുടെ ഈ കാലത്ത്, കോൺവെർജിങ് മീഡിയയുടെ കാലത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു എഡിറ്ററായിട്ടിരിക്കാം, ചീഫ് എഡിറ്ററായിട്ടിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ യൂട്യൂബ് സ്പേസ് ഉണ്ടാക്കാം. കണ്ടൻറ്റ് ക്രിയേറ്റിങ്ങിലും അതുപോലെ തമ്പ് ക്രിയേറ്റിങ്ങിലും നിങ്ങൾ മികച്ച ആളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ, അവനാണല്ലോ ഇതിനെ ഈ കൂറകളെ എല്ലാം ഇളക്കി വിടുന്നത്. ആ അഭിജിത്ത് ദീപ്കയുടെ ഈ പ്രസ്ഥാനം പോലെ ലോകമെമ്പും വൈറലാവാം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്കയിൽ നിന്ന് ഡോളറുകൾ കിട്ടും. ആ അമേരിക്കയിൽ പോയിരുന്ന് വർക്ക് ചെയ്ത് ഇതിനുള്ള ഈ പറയുന്ന ഗൂഗിളിനും അതുപോലുള്ള ഈ നവമാധ്യമങ്ങൾക്കും ഉള്ള ബ്രെയിനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? ഇന്ത്യക്കാരാണ്, ചെറുപ്പക്കാരാണ്, അല്ലേ? എത്രയോ ഉദാഹരണങ്ങൾ, തിളങ്ങുന്ന ഉദാഹരണങ്ങളുണ്ട്. ലോകത്തെ മേജറായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ തലപ്പത്തിരിക്കുന്നതെല്ലാം മലയാളികളുടെ ബുദ്ധിയാണ്. അത് മറന്നിട്ട് കാര്യമില്ല. ആ ബുദ്ധിയാണ്. ആ ബുദ്ധി നിങ്ങൾക്കില്ലെങ്കിൽ അതിന് താഴെയുള്ള പണികളുണ്ട്. അവർ തന്നെ ധാരാളം ജോലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയോ പേര് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓണ്ടർപ്രന്യൂർഷിപ്പ് ഉണ്ടെങ്കിൽ, സംരംഭകത്വം ഉണ്ടെങ്കിൽ പണം നൽകാൻ ഗവൺമെൻറ് തയ്യാറാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയം അതായിരുന്നു. ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ, സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് വളർത്തിയെടുക്കാൻ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ഇക്കോസിസ്റ്റം ഉണ്ടാക്കുക. അതായിരുന്നു. ആ ഇക്കോസിസ്റ്റം ഉണ്ട്. അതിനിടയ്ക്കാണ് അവിടെ പോയിരുന്നു കൊണ്ട് മടിയന്മാരായിട്ടുള്ള ചില ആൾക്കാർ 11 മണിക്കൂറും ഡിജിറ്റൽ വേൾഡിൽ തപ്പിക്കൊണ്ട് പണി കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഇത് മോദിക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കാര്യമാണ്. ആ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അടുത്ത മാസം ഉണ്ടാകും. അവിടെയും പരിഹരിച്ചു കഴിഞ്ഞ് പിന്നെ ഈ പെൺകുട്ടി പറഞ്ഞ് ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ല. നിങ്ങളെയാണ് പരിഗണിക്കുന്നതെല്ലാം. എല്ലായിടത്തും വേണ്ടത് നിങ്ങളാണ്, യുവാക്കളാണ്. ഞങ്ങൾ വയസ്സന്മാരുടെ കാര്യമാണ് കഷ്ടത്തിൽ. 75 വയസ്സ് കഴിഞ്ഞാൽ, 60 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു സ്ഥാപനത്തിനും വേണ്ട. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കളെ രാഷ്ട്രീയത്തിലും വേണ്ട. പിണറായിയെ പോലുള്ള ചിലർക്ക് മാത്രമേ അവിടെ സ്പേസ് കിട്ടൂ. ആരും നോക്കാനില്ലാതെ യുവാക്കളായ മക്കൾ പോലും നോക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന ഗതികെടുന്ന വർഗമെന്ന് പറയുന്നത് വയോജനങ്ങളാണ്. വാസ്തവത്തിൽ ഇങ്ങനെ പാർട്ടികൾ ഉണ്ടാക്കേണ്ടതെങ്കിൽ അത് യുവാക്കളല്ല, വയോജനങ്ങളാണ്. കാരണം ഇന്നത്തെ ലോകം, പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് യുവാക്കളുടെ ഇന്ത്യയാണ്. ഇത് അതർ ഇന്ത്യ എന്ന് പറയുന്നതാണ് വയോജനങ്ങളുടെ ഇന്ത്യ. അത് മനസ്സിലാക്കാതെ ചുമ്മാ കുത്തിയിരുന്നുകൊണ്ട് മോദി വിദ്വേഷം, ഒരുപക്ഷെ അതിനപ്പുറമുള്ള ഒരു ഹിന്ദു വിദ്വേഷത്തിൻ്റെ ഫലമായിട്ട് ഒരു ഹിന്ദുവായ ആൾ ഇന്ത്യ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു ബോധോദയത്തിൻ്റെ ഫലമായിട്ടുണ്ടായ പ്രസ്ഥാനമാണ്, സംശയമില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇത്രയധികം വ്യൂവർഷിപ്പ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് സംശയിക്കുന്നു. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. മഹത്തായ ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായുവാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഇതല്ല മോദി ജനാധിപത്യ കശാപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടാണ്. അതുപോലെ തന്നെ അയാൾക്ക് ജയിക്കാൻ പറ്റില്ലെന്ന്, അയാൾ ജയിച്ചില്ലെങ്കിൽ പിന്നെ ജനാധിപത്യമില്ല എന്നുള്ള വിശ്വാസവും ഏത് വിധേനയും അമേരിക്കയും ബ്രിട്ടനെയും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇവിടെ ജനാധിപത്യം സ്ഥാപിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പല രാജ്യങ്ങളിലും അവർ ജനാധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലേ? ഇറാനിൽ പോയത് അങ്ങനെയാണ്, വെനിസുലയിൽ പോയത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അത് നടക്കുകയില്ല, ഒരിക്കലും നടക്കുകയില്ല. അവരുടെ പണി ഇനി നടക്കുകയില്ല. കാരണം ശക്തമായിട്ടുള്ള ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഇവിടെ നിൽക്കുന്നു. അവരുടെ ആ ഇച്ഛാശക്തിയെ കെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരൊറ്റ ഹിറ്റ് അടിച്ചാൽ മതി, അപ്പം തീരും. തന്നെയല്ല, ഇവരെ ഇഗ്നോറൻസ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത്. ഹിറ്റൊന്നും വേണ്ട, നമ്മളങ്ങ് അവഗണിച്ചേക്കുക. അത് മാത്രമേ ഉള്ളൂ.
ഇത് ചുമ്മാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ടുകൊണ്ട് ഇന്ത്യക്ക് അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ചാണക സംഖികളെന്ന് പറയുന്നവളാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ടുകൊണ്ട് ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ജനതാ പാർട്ടിയുടെ പേര് ജനതയെ കോക്രോച്ച് ആക്കുന്ന പരിപാടിയാണിത്. ഒരു കാലത്തും വിജയിക്കാൻ പാടില്ലാത്ത ഒരു പ്രസ്ഥാനം തന്നെയാണിത്. ഇന്ന് മറ്റൊരു മഹാന്മാരൊക്കെ വന്നിരുന്നു, ഇത് നാളെ നമുക്ക് അറിയാൻ പറ്റില്ല, നേപ്പാളിലുണ്ടായ പോലെ ബംഗ്ലാദേശിൽ ശ്രീലങ്കയിൽ ഒക്കെ ഉണ്ടായതുപോലെ ഒരു വിപ്ലവം ഉണ്ടാകും. നിങ്ങൾ കണ്ടതല്ലേ അറബ് പ്രസ്ഥാനം എവിടെ എത്തി? നിങ്ങൾ കണ്ടതല്ലേ ഇസ്ലാമിക് ബ്രദർഹുഡ് പ്രസ്ഥാനം എവിടെത്തി? ഈജിപ്റ്റ് ഇസ്ലാം രാജ്യമായ 5000 വർഷത്തെ സംസ്കാരം ഇന്ത്യയോടൊപ്പമുള്ള ഈജിപ്റ്റ് തള്ളി ദൂരെ കളഞ്ഞില്ലേ അതിനെ? എവിടെ പച്ച പിടിച്ചു? നിങ്ങൾ കണ്ടല്ലോ. ഇനിയും പോട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മനോജ്ഞ ചൈന രാജ്യത്തെ ടിയാനൻമെൻ സ്ക്വയർ വിപ്ലവം എന്ത് സംഭവിച്ചു? ഒരു സംശയവുമില്ല, അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം അവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അങ്ങോട്ട് പോവുകയല്ലേ ചെയ്തത്. പണ്ട് റിച്ചാർഡ് നിക്സൺ ചൈനയിലേക്ക് മാവോ സേ തൂങ്ങിൻ്റെ കാലത്ത് പോയതുപോലെ വരേണ്ടി വന്നു. കാരണം അമേരിക്കയേക്കാൾ വലിയ ശക്തിയാണെന്ന് ചൈന. അതുകൊണ്ടാണ് ഇന്ത്യയും അതുപോലൊരു ശക്തിയാണ്. അതുകൊണ്ട് ഈ പരിപാടികളൊന്നും ഈ ചെറിയ പീറ രാജ്യങ്ങളിൽ നടക്കുന്ന പോലെ കൂറയുടെ പരിപാടികളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് കുറേ പ്രസ്ഥാനങ്ങൾ കണ്ടതാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ മനപ്പായസം ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ.